കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും ദൈവത്തിന് സാധ്യമാക്കുവാൻ കഴിയും. കാരണം എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നമ്മിൽ പലരും ആഗ്രഹിക്കുന്നതും ദൈവത്തോട് ചോദിക്കുന്നതും നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മിൽ പരാതികളും പരിഭവങ്ങളും നിരാശയും വർദ്ധിച്ചു വരും. ദൈവം എന്നെ കൈവിട്ടോ എന്ന് പോലും ചിന്തിച്ച് വലിയ മാനസിക പിരിമുറുക്കത്തിലേക്ക് പലരും പോകാറുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. കർത്താവായ യേശു കൃത്യസമയത്ത് നമുക്ക് വേണ്ടി ഇടപെടും. കർത്താവ് ആരെയും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണ് നാം തുടരുന്നതെങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവായ ദൈവം നിന്റെ കൂടെയുണ്ട്. മടുത്തുപോയ ആത്മീയ ജീവിതത്തെ പുതുക്കിപ്പണിയുവാൻ, ശൂന്യമായ ജീവിതമെന്ന് തോന്നുന്നതിനെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യേശു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുമെങ്കിൽ ദൈവിക കൃപ നമ്മിൽ വർദ്ധിച്ചു വരും. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനകളിൽ കർത്താവായ യേശു നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശ്വസിക്കാം, വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ മറക്കാത്ത കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവിടുത്തോട് പറയാം, കർത്താവേ, അങ്ങാണ് എൻ്റെ എല്ലാം. അങ്ങിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, അങ്ങിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാൻ വിളിക്കുമ്പോഴൊക്കെയും അങ്ങ് എൻ്റെ അരികിലുണ്ട്. അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണം. ഓ എൻ്റെ യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. മാറാത്ത യേശു എൻ പ്രാണസഖി. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. ഇന്ന് ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ വിഷമതകൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മെ സഹായിക്കും. അവിടുത്തെ മാറത്ത് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓ എൻ്റെ യേശുവേ, ആഴമായി ഹൃദയത്തിൽ മുറിവേറ്റു ഞാൻ ആരോരുമറിയാതെ കരഞ്ഞിടുമ്പോൾ, ആഴമായി ഹൃദയത്തിൽ
മുറിവേറ്റു ഞാൻ ആരോരും അറിയാതെ കരഞ്ഞിടുമ്പോൾ ചാരയണഞ്ഞു സാന്ത്വനമേകി മാവോടു ചേർത്തവൻ എൻ്റെ പ്രിയൻ. ചാരയണഞ്ഞു സാന്ത്വനമേകി മാവോടു ചേർത്തവൻ എൻ്റെ പ്രിയൻ. മാവോടു ചേർത്തവൻ എൻ്റെ പ്രിയൻ. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ഒരുപാട് തളർന്നു പോകുന്നു. എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ ഞാൻ അങ്ങയോട് നിലവിളിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണമേ. യേശുവേ, എനിക്ക് ആശ്വാസം നൽകണമേ. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്ന കർത്താവേ, എൻ്റെ ഏകാന്തത അവിടെ നിന്ന് മാറ്റണമേ. എൻ്റെ കൂടെ അവിടെ നിന്നുണ്ടായിരിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എപ്പോഴും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഈ മരുഭൂവിൽ വെയിലേറ്റു ഞാൻ ആശ്രയമില്ലാതെ അലഞ്ഞിടുമ്പോൾ, ഈ മരുഭൂവിൽ വെയിലേറ്റു ഞാൻ ആശ്രയമില്ലാതെ അലഞ്ഞിടുമ്പോൾ കരത്തിലെടുത്തു ആശ്വാസമേകി ചുംബനം തന്നവൻ എൻ്റെ പ്രിയൻ. കരത്തിലെടുത്തു ആശ്വാസമേകി ചുംബനം തന്നവൻ എൻ്റെ പ്രിയൻ. ചുംബനം തന്നവൻ എൻ്റെ പ്രിയൻ. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. സ്നേഹം നടിച്ചവർ മാറിടിലും മാറാത്ത യേശു എൻ പ്രാണസഖി. മാറാത്ത യേശു എൻ പ്രാണസഖി. ആരെല്ലാം എന്നെ മറന്നിടിലും ഒരു നാളും യേശു എന്നെ മറക്കുകയില്ല. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന കർത്താവായ യേശു ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകലരുടെയും പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.